മാതൃഭൂമി പോലെ ഇത്രയും വായനക്കാരുള്ള ഒരു പത്രത്തിന്റെ മാനേജിങ് എഡിറ്റർ ആവുക എന്ന് പറയുന്നത് ഒരു ചില്ലറ റെസ്പോൺസിബിലിറ്റി അല്ല അല്ലെ, വലിയൊരു. അപ്പൊ അന്ന് ഫോളോ ചെയ്തിരുന്ന, അന്നല്ല ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞങ്ങൾ പത്രം പിന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു പത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാ പാർട്ടികളുടെയും എല്ലാ അസോസിയേഷൻ്റെയും എല്ലാ അമ്പലങ്ങളുടെയും എല്ലാ വിധത്തിലുള്ള മറ്റു ജാതി മതസ്ഥരെയും ഒരേപോലെ കാണുക. ജാതി മതം എല്ലാം എല്ലാം ഒരേമാതിരി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഒരു വിധത്തിലും ഒരു പാർട്ടീഷനായിട്ട് ഒരു ഭാഗം ആയിട്ട് പിടിച്ചുകൊണ്ടുള്ള തെറ്റ് കണ്ട തെറ്റ് പറയും, ശരി കണ്ടാൽ ശരി എന്ന് പറയും. അതാണ് അന്നും ഇന്നും ഫോളോ ചെയ്യുന്നത്, സത്യസന്ധമായിട്ടുള്ള പത്രം. അങ്ങയുടെ വൈഫ് ഹേമലത മാം ബിസിനസ്സിൽ എങ്ങനെയാണ് പങ്കാളിത്തമൊക്കെ? ബിസിനസ്സിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വലിയ പങ്കാളിത്തമൊന്നും അവള് ചെയ്യാറില്ല. എന്നാലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഓരോ കാര്യങ്ങളും അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയാണുള്ളത്. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയും. ഇപ്പോൾ മാധവിന്റെ ഡയറക്ടർ കൂടിയാണ് ഇപ്പോൾ. ശരി. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ അന്നേ സ്വീകരിക്കുമായിരുന്നു? അധികരിക്കുമോ? ഓ, ഇപ്പൊ മകനും കൂടെ ഡയറക്ടറാണ്. അയാള് ജോയിന്റ് മാനേജിങ് എഡിറ്റർ എന്നുള്ള പോസ്റ്റല്ലേ മാതൃഭൂമിയിൽ. അതിനിടയിൽ വാഹനങ്ങളുടെ ഒക്കെ ഒരു ഡീലർഷിപ്പ് തുടങ്ങിയിരുന്നില്ലേ? അത് കുറെ വാഹനങ്ങളുടെ ഡീലർഷിപ്പ് കുറച്ച് നഷ്ടം വന്നപ്പോൾ അതൊക്കെ നിർത്തിക്കളഞ്ഞ് അതൊക്കെ അയാൾ തുടങ്ങിയായിരുന്നു. മാൻ തുടങ്ങിയാണ്. ഇനി നമുക്ക് സിനിമാ കാര്യത്തിലേക്ക് വരുമ്പോൾ മലയാളികൾക്ക് ബാക്ക് ടു ബാക്ക് ഹിറ്റ് സിനിമകൾ കൊടുത്തിട്ടുള്ള ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിനെ കുറിച്ച് അങ്ങേക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഞാൻ പാർട്ണറല്ല. PVG ആണ് എൻ്റെ പാർട്ണറും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഹേമലത പാർട്ണറാണ് അതില്. അങ്ങയുടെ ഭാര്യ, എന്റെ ഭാര്യ. അപ്പൊ ഞാൻ ബന്ധമുണ്ട്, ബന്ധമുണ്ട്. ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് PV കാരനാണ് അതിൻ്റെ മാനേജിങ് പാർട്ണറായിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇത്രയും ഉയരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ശരിക്കും അദ്ദേഹത്തിന് സിനിമയോട് അത്രയും ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു. നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. എന്നിട്ട് ഈ കവിതകൾ റെക്കോർഡ് ചെയ്തിട്ട് അത് പലർക്കും ഗിഫ്റ്റ് ആയിട്ട് പ്രിയപ്പെട്ടവർക്കൊക്കെ സമ്മാനിക്കായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. PVGയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കവിതകൾ വായിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ അഭിപ്രായം പറയാൻ കഴിയില്ല. അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എഴുതി കൊടുക്കുന്ന എഴുതി റെക്കോർഡാക്കി CD-യിൽ കൊടുക്കുമായിരുന്നു എന്ന് ഇങ്ങനെ കേട്ടു. ഞാൻ എന്റെ യഥാർത്ഥത്തിൽ കവിത എന്നെ വായിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്കത്. അതിലും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ? അതിനായിട്ട് എന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഏട്ടൻ എന്താ പറഞ്ഞാൽ അതുപോലെ ചെയ്യാന്നുള്ള ആളാണ് ഞാനുള്ളത്. ഏട്ടൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും എതിരായിട്ടൊന്നും പറഞ്ഞില്ല. ജ്യേഷ്ഠൻ എന്താ പറഞ്ഞു വെച്ചാൽ അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഞാനാണ് അദ്ദേഹത്തിനെ മാധവിയിൽ ഡയറക്ടറാക്കിയതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഷെയറുകളൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഡയറക്ടറാക്കി മാധവിയിൽ. എൻ്റെ വൈഫിനെയും എൻ്റെ ബ്രദറിനെ ഡോക്ടർ ജയരാജിനെയും ഒക്കെ ഷെയറുകൾ ഞാൻ വാങ്ങിയത്. എനിക്ക് ആ പ്ലാനിങ്ങൊക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനുജനെ സഹായിച്ചിട്ടുണ്ട് ഷെയർ വാങ്ങുന്ന കാര്യത്തിൽ. ഒന്ന് ആളുടെ എന്നെ വാങ്ങാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 77 സുജാതയായിരുന്നു ഞാൻ ഇവിടെ ഡയറക്ടർ ബോർഡിൽ ചേർന്ന ആ സമയത്താണ് ഈ സുജാത എന്നുള്ള പടം എടുത്തത്. ഹരിഹരൻ ഡയറക്ടറായിട്ട്. അന്ന് എങ്ങനെയായിരുന്നു? അങ്ങനെന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അഭിപ്രായമൊക്കെ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും പ്രവർത്തനത്തിലൊന്നും പോയിട്ടില്ല. ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും എന്നല്ലാതെ
അത് കേട്ടണമെന്നൊന്നുമില്ല. അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം നമുക്ക് എല്ലാവർക്കും പറയാലോ. അതെ അതെ. അത് ചിലത് കേട്ടിട്ടുണ്ടാവും, ചിലത് കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഡിസിഷൻ ഗംഗാറിന്റെ അനിയന്റെ ആയിരുന്നു. ഇപ്പം അദ്ദേഹത്തിന്റെ മക്കള് 3 പേര് ചേർന്നിട്ട് ഒരു 2 സിനിമ എടുത്തു. ഉയരെ വളരെ ഹിറ്റായിരുന്നു. ഉയരെ നല്ല ഹിറ്റായിട്ട് വന്നു. മറ്റേ ജാനകി ജാനെ അല്ലേ? ജാനകി ജാനെ അത് വലിയ മോശമൊന്നും വന്നില്ല, നഷ്ടമൊന്നും വന്നില്ല. മറ്റേ ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ അവരെ അച്ഛൻ നോക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഉയരെ രണ്ട് പടം എടുക്കുമ്പോൾ ഗംഗന്റെ കൺട്രോൾ ഉണ്ടായിരുന്നു. ഗംഗാധരനെ ഞാൻ ഗംഗാന്ന് വിളിക്കാം. കൺട്രോൾ ഉണ്ടായിരുന്നു. എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതെ, എല്ലാം നോക്കും, ശ്രദ്ധിക്കും. മക്കളെ തെറ്റിപ്പോണ്ടോ നോക്കുമല്ലോ. അവരച്ഛനോട് ചോദിക്കുകയും ചെയ്യും. അത് വളരെ നന്നായിട്ട് ചെയ്തതാണ്. അപ്പോഴേ അൺഫോർച്ചുനേറ്റ്ലി അവൻ പോയല്ലോ, വിട്ടുപോയല്ലോ. അല്ലെങ്കിൽ ഇനിയും പടങ്ങൾ എടുത്തിട്ടുണ്ടായി പോയിരുന്നു. ഇനി എന്ന് ഇനി അവരെടുക്കേണ്ട ആഗ്രഹമുണ്ട് അവർക്ക്. ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ. ഇപ്പം അദ്ദേഹത്തിന്റെ മക്കളാണെങ്കിലും അങ്ങയുടെ മകനാണെങ്കിലും എല്ലാരും ബിസിനസ്സിലുണ്ട്. ഇപ്പൊ അടുത്ത തലമുറ ബിസിനസ്സിലേക്ക് വരുമ്പോ എപ്പോഴും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ടെക്നോളജിക്കലി ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അത് എനിക്ക് ആരും നല്ല കാര്യം ചെയ്താലും അക്സെപ്റ്റ് ചെയ്യും. അത് നല്ല കാര്യങ്ങളായിരിക്കും മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലായിടത്തിലും അവിടെ നഷ്ടത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു അഭിപ്രായക്കാരനെയാണ്. എന്തും ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കണം, എന്നിട്ട് കാര്യങ്ങൾ നടന്നു പോകണം. അതിനുവേണ്ടിയുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. PVG ഫുട്ബോളിനോട് ഒരുപാട് താല്പര്യമുള്ള ഒരാളായിരുന്നു അല്ലേ? ഞങ്ങൾ എല്ലാവരും രണ്ടാളും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് IM വിജയനെ വെച്ചിട്ട് ശാന്തം എന്നുള്ള സിനിമ ചെയ്യാൻ കാരണം? അതുകൊണ്ടല്ല ഞാൻ KDF-ന്റെ കോഴിക്കോട് KDF-ന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഗംഗാധരൻ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമ്മളെ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. 1975 ഞാൻ പ്രസിഡന്റായിരുന്നു. പിന്നെ 80 പ്രസിഡന്റായിരുന്നു. അങ്ങനെ രണ്ടുപേരും അതിൻ്റെ പ്രസിഡന്റായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പം ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ട്, കോളേജുകളുണ്ട്, MBA ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കോളേജും ആണത്. അതുപോലെ തന്നെ ഇതും ശ്രീനാരായണ ഗുരുവിൻ്റെ ആണല്ലോ പ്രതിഷ്ഠ നടത്തിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള വിശ്വാസത്തിൽ ജാതി മതം എന്തായാലും തകഴില്ല, മനുഷ്യൻ നന്നായി മതി പറഞ്ഞിട്ടല്ലോ. ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പലതിലും നമുക്ക് KTC ഗ്രൂപ്പിന്റെ പേര് കേൾക്കാൻ പറ്റും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു സമൂഹത്തിനോടുള്ള അതിനോട് എപ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യുന്നതിനും നമ്മൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് അവർ പറയുമ്പോൾ ഒന്നും പറയാറില്ല. അപ്പൊ അത് വേണ്ട കഴിയുന്നതായി ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങേക്കും രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയം അഭിപ്രായം ഉണ്ട് എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിയില്ല. അഞ്ചിന് ശേഷം നിന്നപ്പോൾ കുറച്ചൊന്ന് പ്രവർത്തിച്ചു വേണ്ടി വല്ല കുറേ ആളുടെ ഒക്കെ പറയാൻ ഒഴിക്കുകയും ചെയ്ത് എന്നല്ലാതെ വേറെ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല. അച്ഛനുണ്ടായിരുന്നു, അച്ഛനുണ്ട്, അനുജനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കില്ല. ഞാൻ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബന്ധം ഒരേമാതിരി കണക്കാക്കുന്ന ആളാ. മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കേളില്ല, കോൺഗ്രസ് ആയാലും കേളില്ല, മറ്റുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി ആയാലും കേളില്ല. ജാതി മതം ഒന്നും പ്രശ്നമില്ല, രാഷ്ട്രീയം പ്രശ്നമില്ല. അതിലൊക്കെ എല്ലാം പിന്നെ തുറന്ന മനസ്സാണ്. വളരെ നല്ലൊരു കാര്യമാണ് ഒരു അക്സെപ്റ്റൻസ്. അതെ, തുറന്ന മനസ്സാണ് ഞാൻ. ഒന്നും അങ്ങനെ ഒരു ഭാഗം പിടിച്ചിട്ട് തൂങ്ങി നിൽക്കൂല. എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്ത് ഇപ്പം എൻ്റെ ഒരു
ജാതിയിൽ നിന്ന് വേറെ ജാതിയിലുള്ള കുട്ടി കല്യാണം കഴിക്കാൻ തയ്യാറ് ഞാൻ അംഗീകരിച്ചു കൊടുക്കും. എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നെ ഒരു നായർ സമുദായത്തിലുള്ള ആളെയാണ്, ഞാൻ സമുദായത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് മുൻകൈ എടുത്ത് കുട്ടി കല്യാണം കഴിച്ചു കൊടുത്തു, കുട്ടിക്ക് ഇഷ്ടമുള്ള മാതിരി. പലപ്പോഴും അച്ഛനും അമ്മയും സംബന്ധിച്ചാലും വീട്ടിലെ കുറച്ചുകൂടെ മുതിർന്ന ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുക. ഇവിടെ നേരെ തിരിച്ചാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കൊച്ചുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് എന്റെ ജീവൻ പോലെ ഞാൻ അവിടെ കണക്കാണ്. ഒരു കൊച്ചുമോളാണോ? അല്ലല്ല, കൊച്ചുമോള് രണ്ടാളുണ്ട്. രണ്ടല്ല, 2, 3, 5 ആളുണ്ട്. നിതീഷിന് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ. അതെ. മൂത്ത മകൾക്ക് ഒരു ആൺകുട്ടി, പിന്നെ ഒരാൺകുട്ടി, രണ്ടാമത്തെ മകൾക്ക് ഒരാൺകുട്ടി, മൂന്നാമത്തെ മകൾക്ക് ഒരാൺകുട്ടി. 3 ആൺകുട്ടികളും 3 ഇവിടെ 3 പെണ്ണ്, മറ്റൊരു 3, 2, 5 പെൺകുട്ടികളും എനിക്കുള്ളത്, ഗ്രാൻഡ് ചിൽഡ്രൻ ഉള്ളത്. എല്ലാവരുമായിട്ട് നല്ലൊരു ഹാപ്പി. അവരെല്ലാവരും അമ്മച്ചനെ വലിയ കാര്യമാണ്, അമ്മച്ചനെ അച്ഛനൊക്കെ വലിയ കാര്യമാണ്. പലപ്പോഴും ഈ ബിസിനസിന്റെ ഇടയിൽ ഫാമിലി ആയിട്ട് അത് ഞാൻ അപ്പോഴും മക്കളെ കൊണ്ട് വർത്താൻ പറഞ്ഞ് കണ്ടിരിക്കും ഉള്ള സമയത്തൊക്കെ. അവർക്കും അറിയാം നമ്മൾ അവരെ ഭാവിക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യുന്നവർക്ക് അറിയാം, അവർക്കുണ്ട്. സമൂഹം ശരിക്കും എങ്ങനെ ആവണം എന്നാണ് അങ്ങയുടെ ഒരു ആഗ്രഹം? എല്ലാവരും നന്നായി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സന്തോഷമായിട്ട് ഇരിക്കാനുള്ള. അതിന് മാധവി അതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നത്, മാധവി കഴിയുന്ന കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളും ഒരു കമ്പനിയായിട്ട് കൂട്ടിയിട്ട് കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചിത്രപ്പള്ളി വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. അത് തുറന്നുകൊണ്ടേയിരിക്കും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പല കാര്യങ്ങളും ഞങ്ങൾ പല വലിയ കമ്പനിക്കാരെ സ്പോൺസർഷിപ്പിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. PVSനും ഇത് കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ബിൽഡേഴ്സ് ഉണ്ട്. ബിൽഡേഴ്സ് ഉണ്ട്. ആ കൺസ്ട്രക്ഷൻ നന്നായി പോകുന്നുണ്ട്, ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. അനിയനായിരുന്നു മാനേജിങ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് നിതീഷാണ്. അത് ശരിയാണ്. ഇനി വരാൻ പോകുന്ന ബിസിനസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പുതുതലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ബിസിനസ്സിൽ എത്തിയ ഒരാളെന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പ്രൊഫഷണലായിട്ട് ലക്ഷ്യം പ്രൊഫഷണലായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ടീച്ചർമാരോ നഴ്സുമാരോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഫഷനെ ലക്ഷ്യം വെച്ചിട്ടുള്ള പഠിപ്പായിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ ഒരു ഡിഗ്രി എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ലക്ഷ്യം വേണം. ആ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന് തീരുമാനമെടുത്ത് അതിന് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കണം. അതെൻ്റെ അഭിപ്രായം. എന്നാൽ മാത്രമേ വികസിച്ച് വരുള്ളൂ. പല സംഗതിയിലും, ഏത് സംഗതിയായാലും ഇല്ല, ഏത് ഫീൽഡായാലും ഇല്ല, ആ ഫീൽഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് ഉള്ള പഠിപ്പുകൾ കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് തന്നല്ലോ, ഒരുപാട് നേരമായല്ലേ നമ്മൾ സംസാരിക്കുന്നത്. സന്തോഷമുള്ളൂ.